അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞില്ലേ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ, 4 കാര്യങ്ങളെ മാനദണ്ഡമാക്കി നിനക്ക് വിവാഹം കഴിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കാര്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കേണ്ടത്. ഈ 4ലും ഏതാണ് പ്രധാനപ്പെട്ടത്? അടിവരയിട്ടുകൊണ്ട് അതും പഠിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞു, ഡിമാൻഡ് പറഞ്ഞു, പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നിന്റെ നിയ്യത്താകാം ലിമാലി സമ്പാദ്യമുള്ള പെണ്ണിനെ നോക്കിയിട്ട് നിനക്ക് വിവാഹം കഴിക്കാം, സമ്പത്തുള്ള പെണ്ണിനെ നോക്കിയിട്ട് നിനക്ക് കല്യാണം കഴിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീധനം വാങ്ങാം എന്നല്ല പറഞ്ഞത്, കിട്ടിയ വാങ്ങാം കേട്ടോ, ചോദിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ചോദിച്ച് വാങ്ങരുത്. ഇപ്പൊ ഓള വക അല്ലെങ്കിൽ ഓളൊപ്പാന്റെ വക, ഓള ആങ്ങളന്മാരെ വക ഒരു വണ്ടി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓളെ പേരിൽ ഇത്തിരി സ്ഥലം കൊടുക്കുകയാണ്, നീ വേണ്ടെന്നൊന്നും പറയണ്ട, അത് വാങ്ങുന്നതിന് വിരോധമല്ല. അങ്ങട്ട് നിബന്ധന വെക്കരുത്. പരിശുദ്ധ റസൂൽ ഇനി അഥവാ നിനക്ക് അവളെടുത്തുന്ന ഒരു നിലക്കും നിനക്ക് ആവശ്യമില്ല എങ്കിൽ അത് നീ വാങ്ങേ വേണ്ട. കാരണം മോഹിക്കരുത് അവളുടെ സമ്പാദ്യത്തെ നീ മോഹിക്കരുത് മോനെ. ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന ഫഅസാ അംവാലുഹുന്ന അൻ തുതഗയ്യഹുന്ന. പെണ്ണിന്റെ സമ്പാദ്യത്തെ, പെണ്ണിന്റെ സ്വത്തിനെ, പെണ്ണിന്റെ മുതലിനെ നീ മോഹിക്കല്ലേ. അവളുടെ മുതൽ നിന്റെ നിർദ്ദേശത്തെ മറികടന്നെന്ന് വരാം. സയ്യിദുനാ റസൂലുള്ളാഹി. സമ്പാദ്യമുള്ള പെണ്ണ് നിന്നെ അനുസരിച്ചു കൊള്ളണമെന്നില്ല, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ കൂടെ നിന്നുകൊള്ളണമെന്നില്ല, നിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് അവൾ നിന്റെ കൂടെ ഇരിക്കണമെന്നില്ല. സമ്പാദ്യമുള്ള പെണ്ണിന് അഹങ്കാരം ഒന്നുകൂടായില്ല. ഉണ്ടല്ലോ, ഒരുപക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ? ഈ ഉപ്പാരൊക്കെ സത്യം പറയോ? ഒരു കാലഘട്ടത്ത് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ സമ്പാദ്യത്തിൽ മാത്രം വളർത്തിക്കൊണ്ടുവന്ന ഭാര്യ മക്കള് ഇപ്പൊ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ പിടിച്ച് സൈഡായി, അല്ലെങ്കിൽ അധ്വാനിക്കാനൊന്നും പറ്റണില്ല. പിന്നെന്താ പരിപാടി? ഇങ്ങനെ ഉച്ചക്ക് പള്ളിയിൽ പോവും, ബാങ്ക് കേട്ടാൻ പള്ളിയിൽ പോവും, പള്ളിയിൽ പോയി ചിലപ്പോൾ ഫിത്തന പറയും, അത് പള്ളിയിൽ ഉസ്താനിയാകാം, നാട്ടുകാരാകാം, സ്റ്റെപ്പിലിരുന്നിട്ട് കുറച്ചേരം ഫിത്തന പറയും, അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ ഇരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ എവിടെങ്കിലൊക്കെ ഇരുന്നിട്ട് ഇത്തിരി ഫിത്തനൊക്കെ പറയും. ഇങ്ങനെയാണ് രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങുക. രാവിലെ എണീച്ചിട്ട് വെറുതെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പൈസ കൊടുത്താൽ മേടിച്ചുകൊണ്ട് തരും. കറണ്ട് ബില്ലെടുക്കാനുണ്ടെങ്കിൽ പിന്നെ അതിനായിട്ട് പോവും. ഈ രീതിയിൽ കഴിയുന്നൊരു പിതാവ്, ഞാൻ ചോദിക്കട്ടെ, സത്യത്തിൽ ഇന്ന് മക്കളുടെ ചെലവിലാണ് കുടുംബം കഴിയുന്നത് എങ്കിൽ ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ പാടെ വളരെയേറെ അടുപ്പവും നിങ്ങളുടെ പൊരുത്തവും ആഗ്രഹിച്ച ഭാര്യമാര് ഇപ്പോഴും നിങ്ങൾ ചെലവിന് കൊടുക്കാത്ത സമയത്ത് അവരുടെ കയ്യിൽ മക്കൾ വഴിയായിട്ട് സമ്പാദ്യം കയ്യിലേക്ക് വന്നതിൻ്റെ പേരിൽ ഇപ്പോഴും നിങ്ങളെ അനുസരിക്കുന്നവരാണോ ഭാര്യമാര്? എത്ര പേർക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കൈവയ്ക്കട്ടെ, കാണട്ടെ. മാഷാ അല്ലാഹ്, ചില്ലറ ആളുകളുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. എന്നാൽ എല്ലാവർക്കും വിശ്വാസം ഇല്ല അപ്പം, ഇല്ലേ? കാരണം എന്താ, അന്നൊരു കാലഘട്ടത്തിൽ ഇവളിറങ്ങുകയാണെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പാണ് കാര്യം പറയാ, ഇതെന്നെടുത്ത് പോകാനുണ്ട്, സൽക്കാരുണ്ട്, വീട് കൂടിയലുണ്ട്, അല്ലെങ്കിൽ കല്യാണമുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടാ പോവുക. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്നിപ്പോൾ മക്കളെ കൂടെ പർദ്ദക്കെ ഇട്ട് ഇറങ്ങിയിട്ട് ദാ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട്, ഉച്ചക്കുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഗുളിക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ വൈകുന്നേരം വരുള്ളൂ. ഏടിയും പോയേക്കല്ലേ. ആരോടെ പറയണ്?
ഭർത്താവിനോട് പറഞ്ഞ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക്? ഇവിടെ അങ്ങനെ ഇല്ലേ? ഉണ്ടോ? അൽഹംദുലില്ലാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഒന്നുകിൽ മൂളുക അല്ലെങ്കിൽ തലയാട്ടുക, എന്തെങ്കിലും ഒന്ന് പറയാണ്ടിരിക്കുമ്പോൾ നമുക്ക് സംശയം വരും. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ മരിക്കുന്നവരെ സ്നേഹിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. തച്ച് കൊല്ലണം എന്നൊക്കെ ചില ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാൻ, വയസ്സായി പോയി, കൈ പൊക്കാൻ പറ്റണില്ല ഇല്ലേ? എന്താ ചെയ്യപ്പോ? അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം നിലനിർത്തി തരട്ടെ. കൂടെ കഴിയാത്ത ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് വീട്ടിലുണ്ട്. നാണക്കേടല്ലേ? മക്കളൊക്കെ വലുതായില്ലേ, ഇനി കൂടെ കിടക്കാന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ? വയസ്സന്മാരെന്ന് വിചാരിക്കണം ഉസ്താദ് നിങ്ങൾ 3-4 ദിവസം കൂടി വയല് പറയണം അല്ലേ? കാരണം നമ്മളൊക്കെ എപ്പോഴേ ചവിട്ടി പുറത്താക്കിയതാ. നമ്മളിപ്പോ സെറ്റ് ഔട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് ചില ഭാര്യമാർക്ക്. ഒന്നിച്ച് നടക്കുമ്പോ നാണക്കേടാണ്. ഇപ്പൊ 60 വയസ്സായി, 55, 60, 70 ആയി. ഒന്ന് കൈ പിടിക്കാന്ന് വെച്ചാ കൈയൊന്നും തരൂല, അത് നാണക്കെടല്ലേ? അപ്പൊ ഒരു ഭാര്യ ഭർത്താക്കന്മാരല്ലേ? നിങ്ങളതിന് ദുആ ചെയ്യണം എപ്പോഴും. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ എൻ്റെ ഈ ഭാര്യയെ എനിക്ക് പൊരുത്തപ്പെടുന്ന രീതിയിലായിട്ട് തന്നെ എൻ്റെ കൂടെ കഴിയുകയും നാളെ സ്വർഗീയ ലോകത്ത് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് കൂടുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുതൽ ദുആ ചെയ്യണം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതുവരെ നമ്മളൊന്നും ദ്വാരുന്നിട്ടില്ല, നമുക്ക് ദ്വാരക്കാൻ സമയം കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പൊതുവെ ഭർത്താക്കന്മാർ ദ്വാരക്കൽ ഉണ്ട് ട്ടോ ചിലയിടങ്ങളിൽ. ഞാൻ ആ വഴിയിലേക്ക് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ വരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇവിടെയെല്ലാം അനുസരണ നഷ്ടപ്പെടുകയാണ്. സമ്പാദ്യം തൻ്റെതായ രൂപത്തിൽ വരികയും അല്ലെങ്കിൽ തൻ്റെ മക്കളിലൂടെയുള്ള ചെലവിലാണ് കുടുംബം കഴിയുന്നത് എങ്കിൽ അവിടെയുള്ള ഉപ്പ ആക്രിയെ പോലെയായി മാറുന്നു. ആക്രി സാധനങ്ങൾക്ക് പോലും വിലയില്ലാത്ത സാഹചര്യം വന്നു. ഉപ്പയോട് വയലിന് പോകുമ്പോ പറയേണ്ടതില്ല ഉമ്മാക്ക്. മജ്‌ലിസുന്നൂറിന് പോകുമ്പോ ഭർത്താവ് അവിടെയുണ്ട്, ചോദിക്കേണ്ട ആവശ്യമില്ല ഉമ്മാക്ക്. വരരുതുമ്മാ, ഈ മണ്ണിൽ വെച്ച് നടക്കുന്ന മജ്‌ലിസുന്നൂറിലോ അല്ലെങ്കിൽ ആത്മീയമായ മാവിന്റെ സദസ്സിലോ നിങ്ങളുടെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ വരല്ലേ, വരല്ലേ, വരല്ലേ. പ്രായം 80 85 90 വരരുതുമ്മാ. സമ്മതമില്ലാതെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഉള്ളതൊരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. സൂറത്തുൽ ഫാത്തിഹ പഠിക്കാൻ. സൂറത്തുൽ ഫാത്തിഹ പെണ്ണുങ്ങൾക്കറിയില്ല. അവിടെ ഫാത്തിഹ പഠിപ്പിക്കുന്ന ക്ലാസ് ഉണ്ട്. പഠിക്കൽ നിർബന്ധമാണല്ലോ. 114 സൂറത്തുകളെ കൂട്ടത്തില് പഠിക്കൽ നിർബന്ധമായ സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത്. അത് പഠിക്കാമെന്ന ഭർത്താവിന്റെ അനുവാദം വേണ്ട. അല്ലാത്തതെന്തിനും നിങ്ങൾക്ക് അനുവാദം വേണ്ടതാണ്. അതില്ലാതെ വരുന്ന യാത്ര ശപിക്കപ്പെട്ട യാത്രയാണ്. അറിയണ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദീനിയായ ഖൈറിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഭാര്യ ഇറങ്ങുമ്പോ തടയരുത്. എനിക്കായിട്ടൊരു ഖൈറായ കാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോ, എന്റെ ഭാര്യ ഒരു ഖൈറിന് വേണ്ടിയിട്ട് നടക്കുമ്പോ, ഒരു ഖൈറിന് വേണ്ടി ചോദിക്കുമ്പോ തടയല്ല ഉപ്പാ. കഴിയുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് പൊരുത്തം കൊടുക്കുകയും അവരെ യാത്രയാക്കുകയും ചെയ്യണേ. ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞ, മോനെ ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിന്ന, സമ്പാദ്യം നോക്കി നീ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കല്ലേ. ഫഅസാ അംവാലുഹുന്ന അൻ തുതഗയ്യഹുൻ, അവളുടെ നിർദ്ദേശം നിന്റെ നിർദ്ദേശം അവളെ മറികടന്നെന്ന് വരാ. പണമുള്ള പെണ്ണ് നിന്നെ അനുസരിച്ചു കൊള്ളണമെന്നില്ല.
അനുഭവം പറയാൻ ഒരുപാടുണ്ട് കൂട്ടരെ. ആ കുടുംബത്തിൽ ഉമ്മ മോശമായതിന്റെ പേരിൽ ഉമ്മയാണ് ആ വീടിന്റെ നടത്തിപ്പുകാരി. അവിടെ എല്ലാം ചെയ്യുന്നത് ഉപ്പാക്ക് വേണ്ടുന്ന പൈസ കൊടുക്കുന്നത് പോലും ആ വീട്ടിലെ പെണ്ണായി മാറിയപ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ട ആരോരുമില്ലാത്ത യതീമിനെ പോലെ കടിയുന്ന ഭർത്താക്കന്മാര് വീട്ടിലുണ്ടോ? ആരോട് പറയാനാ? സങ്കടം ആരോട് പറയാൻ പറ്റൂലല്ലോ. ചില ആളുകളെ വീടും അതിന്റെ പരിസരമൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല മനോഹരമായി തോന്നും. മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഈ ബ്രിട്ടീഷുകാര് വന്ന സമയത്ത് സുഗീൻ ഉണ്ട കണ്ടപ്പോ, സുഗീൻ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? എന്താണ് സുഗീൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ചെറുപയർ അല്ലേ? ചെറുപയർ കൊണ്ടുണ്ടാക്കിയ ബോണ്ട പോലത്തെ അതിന്റെ ഉള്ളിൽ ചെറുപയർ മസാലയാണ് ഉണ്ടാകുക. അപ്പൊ ഇവർക്ക് അത്ഭുതം, ഇത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇവർക്ക് അത്ഭുതം അത്രേ, പടച്ചോനെ ഇതെങ്ങനെയാ ഒരു ഹോൾസ് പോലും ഇല്ലാണ്ട് ഈ മസാലകൾ എങ്ങനെയാ ഈ ബോണ്ടൻ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിയത്? ശരിക്കും പറഞ്ഞ അതിന് ചെറിയൊരു ഹോൾസ് കൊടുത്താൽ തന്നെ അതെന്ത് ചെയ്യും? അതിലുള്ള ഓരോ ചെറുപയറങ്ങനെ പുറത്തേക്ക് തള്ളും, അത് പുറത്തേക്ക് വരും. സത്യത്തിൽ പുറത്ത് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. ഒന്നതിനൊന്ന് തോണ്ടിക്കഴിഞ്ഞാൽ ഓരോ ചെറുപയർ ഇങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇതുപോലെ ചില ആളുകളുടെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് കാണുന്ന സമയത്ത് നല്ല അവർ ഭയങ്കര ഉള്ളിലിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾക്കറിയാം, അയ്യോ നമ്മളെക്കാളും പ്രശ്നത്തിലാണ് അവരുള്ളത് എന്ന്. ഖബർ പോലത്തെ ഇടുങ്ങിയ ജീവിതം നയിക്കുന്നവരുണ്ട് കുടുംബാന്തരീക്ഷത്തിൽ. പറയാൻ പറ്റണില്ല, ആരോട് പറയാനാ? അല്ലാഹുവേ, മരിക്കുവോളം സമാധാനപരമായ ജീവിതം നീ നൽകണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, അതിനെന്ത് വേണം? ഹബീബായ നബി തങ്ങൾ രണ്ടാമത്തെ നിബന്ധന പറഞ്ഞില്ലേ? മോനെ, നിനക്കൊരു പെണ്ണിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള 4 നിബന്ധനകളിൽ രണ്ടാമത്തത് വലി ജമാലിഹാ, സമ്പാദ്യമൊന്ന് പറഞ്ഞു. ഇപ്പൊ സമ്പാദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യക്ഷത്തിലൊക്കെ സ്ത്രീധനം വാങ്ങുന്ന ആളുകളൊക്കെ കുറഞ്ഞു. ഇപ്പൊ ഡിമാൻഡ് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പത്തെ ചെറുപ്പക്കാരുടെ ഡിമാൻഡ് കെട്ടാൻ വേണ്ടി പോകുന്ന വീട്ടിൽ ഒറ്റ പെണ്ണ് ഉണ്ടാകാൻ പാടുള്ളൂ. എനിക്കിന്നെ പിന്നെ ബാധ്യത ഇല്ലല്ലോ. അനുജത്തി ആകുമ്പോ ജ്യേഷ്ഠത്തി ആകുമ്പോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ അവരൊരു വീടെടുത്ത് പോകുമ്പോ അല്ലെങ്കിൽ അനുജത്തിയുടെ കല്യാണം വരുമ്പോഴൊക്കെ പിന്നെ ഇവനിക്കതൊരു ബാധ്യതയാണ്. വീട്ടിലെ അളിയനെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പുയ്യാപ്പിളാന്ന് പറഞ്ഞിട്ട് ഇവനിക്കൊരു പക്ഷെ അത് ബാധ്യതയായി വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. ഒറ്റപ്പെണ്ണുള്ള വീട്ടിനെ കല്യാണം കഴിക്കുള്ളൂ. രണ്ടാമത്തെ നിബന്ധന ഭംഗിയാണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് നിനക്ക് പെണ്ണിനെ സെലക്ട് ചെയ്യാം, ഭംഗി നോക്കിയിട്ട് നിനക്ക് വിവാഹം കഴിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏറെക്കുറെ അങ്ങനെയുള്ള വിവാഹം തന്നെയല്ലേ നടക്കുന്നത്? ചിലപ്പോ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഗൾഫിലൊക്കെ ചിലപ്പോ കല്യാണം കഴിക്കാൻ വേണ്ടി സമയം അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർ ചിലപ്പോ പെങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, അടുത്തിരിക്കുന്നോളം നോക്കണേ, നല്ല വീസാണോ നല്ല ചരക്കാണോ എന്ന്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കണേ. ബസ് പോകുന്ന സമയത്ത്, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത്, ഇവിടെ ഉണ്ടോന്നറിയില്ല, ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഈ വായി നോക്കുന്ന ചെറുപ്പക്കാര്. സുബൈക്ക് ജമാഅത്തിന് വന്നിട്ടില്ലെങ്കിലും സ്കൂളും കോളേജൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോം ഇട്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലെത്തിയ പെൺപിള്ളേരെ ബാക്കിൽ തന്നെ ബൈക്ക് എടുത്തിട്ട് പോകുന്ന പിള്ളേരുണ്ട്. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ നല്ല ചെറുപ്പക്കാര് അൽഹംദുലില്ലാഹ്. ഞാൻ പോകുന്നവരെ എല്ലാവരും നല്ലവരെന്നെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇതിപ്പം കണ്ട് 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 ചെറുപ്പക്കാർക്കല്ല ഇപ്പം കൂടുതൽ ഭ്രാന്ത് വയസ്സന്മാർക്കാ. അവര് വൈകുന്നേരം നേരത്തെ വരാൻ തുടങ്ങി, എന്നിട്ട് പിള്ളേരെ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങി. വിശ്വസിക്കരുത് 90-95 കഴിഞ്ഞതിനാ കൂടുതൽ ഭ്രാന്ത്. അല്ലേ, ഖബറിലേക്ക് കാല് നീട്ടി കിടക്കുന്ന പ്രായത്തിലും ഇതൊക്കെ. അല്ലാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. വളക്കാൻ വേണ്ടി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, സൗന്ദര്യമുള്ള പെണ്ണിന്റെ പിന്നാലെ പോകുകയും അവരെ
വേണ്ടി കാത്തു നിൽക്കുന്ന ഇവൻ ചട്ടിനടി പോലെ ഉണ്ടാകുക. എന്നാലും ഓന്റെ ആഗ്രഹം എന്താണെന്നറിയോ? 916 എനിക്ക് കിട്ടണമെന്ന്. അല്ലെങ്കിലും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വിവാഹം കഴിഞ്ഞവരിൽ ഒരു രീതിയുണ്ട്. ഭാര്യ സ്റ്റൈലുണ്ടെങ്കിൽ ഭർത്താവ് സ്റ്റൈല് കുറവായിരിക്കും. ഇല്ലേ? അങ്ങനെ ഇല്ല? ഇവിടെ ഇല്ലേ? നിങ്ങൾ നോക്കി ആരാൻ്റെ നോക്കിയാൽ നിങ്ങളുടെ ഭാര്യൻ്റെ അടുത്ത് കിട്ടുവേ. ഞാൻ നോക്കാൻ വേണ്ടി പറഞ്ഞല്ല, അങ്ങനെ ഉണ്ട്. മനസ്സിലായില്ലേ? ഭർത്താവ് സ്റ്റൈലുണ്ടെങ്കിൽ ഭാര്യയൊക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ ഭംഗി അത് മാത്രം ലക്ഷ്യം വെക്കുന്നവരുണ്ട്. ഇവന് മുമ്പ് ഒരു ഉസ്താദെ കണ്ടപ്പോ, ഒരു ഉസ്താദിനൊരു ചെറുപ്പക്കാരൻ കണ്ടപ്പോ ഉസ്താദിനോട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എത്ര ഉസ്താദെ നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എത്ര എന്തിനാ മോനെ ദ്വാരക്കേണ്ടത്? അപ്പൊ ഇവൻ പറഞ്ഞു, എത്ര ഉസ്താദെ ഒരുപാട് ആലോചനകൾ വന്നു, ഒന്നും റെഡിയാണില്ല. 10-100 നോക്കി, ഒന്നും ശരിയാണില്ല. എടാ, സെഞ്ചുറി അടിച്ചിട്ടും നിനക്കൊന്നും ശരിയാകണില്ലല്ലേ? എന്താ നിന്റെ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല ഉസ്താദെ. വന്നത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ചില പെണ്ണ്, ചിലത് അസറിനെ പോലെ ഉണ്ടാകും, ചിലത് മഗ്രിബിനെ പോലെ ഉണ്ടാകും, ചിലത് ഇശായിനെ പോലെ ഉണ്ടാകും എന്ന് പറഞ്ഞത്ര. എന്താ പറഞ്ഞ മനസ്സിലായല്ലോ? അസർ എന്ന് പറഞ്ഞ ഭംഗി കുറഞ്ഞ പെണ്ണാണ്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ പെണ്ണാണ്, ഇശാ എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ ഇവന്റെ ആഗ്രഹം എന്താ? പകല് പോലത്തെ പെണ്ണിനെ വേണം, സൗന്ദര്യമുള്ള പെണ്ണിനെ വേണമെന്നേ. അപ്പൊ അതിന് മാത്രമുള്ള പെണ്ണിനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഇവന്റെ തല തൊട്ട് ഇങ്ങനെ കാലുവരെ ഉസ്താദ് ഇങ്ങനെ നോക്കിയിട്ട് ഓനോട് പറയത്ര, എടാ മോനെ, നീ തഹജ്ജുദിന്റെ കോലത്തിലാണല്ലോടാ ഉള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെ ചില ആളുകളുണ്ട് പെണ്ണന്വേഷിക്കുന്നവര്. ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിന്ന, ഭംഗി മാത്രം മാനദണ്ഡമാക്കിയിട്ടുള്ള വിവാഹം വേണ്ട മോനെ. ഫഅസാ ഹുസ്നുഹുന്ന അൻ യുർദീഹിൻ, അവളുടെ ഭംഗി അവളെ നശിപ്പിച്ചെന്ന് വരാ. വേണ്ടതുപോലെ നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, നിനക്ക് സുഖിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അവളുടെ ഭംഗി അവളെ നശിപ്പിച്ചെന്ന് വരാം. പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിലും ശരിയല്ലേ, എവിടുന്നൊക്കെയാ പെണ്ണുങ്ങൾ ഒളിച്ചോടി പോന്ന? എന്തൊക്കെ കോലത്തിലാ! കൂടെ കിടന്നിട്ട്, ഒന്നിച്ച് കിടന്നിട്ട് ഭർത്താവ് ഉറങ്ങി എന്നറിഞ്ഞതിന് ശേഷമാണ് ഇവള് ഓരോരുത്തൻ്റെ പുരം പോയതോ ഏതോ ബംഗാളിൻ്റെ കൂടെ, ഇല്ലേ? അല്ലെങ്കിൽ ഏതോ അണ്ണാച്ചിൻ്റെ കൂടെ. രാത്രിയും പകലും വ്യത്യാസമുണ്ട്. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. വാട്സപ്പിലൊക്കെ പഠിച്ചോനെ ഇവക്ക് പോവാൻ കണ്ട സാധനം, ഇല്ലേ? ഭംഗി മനുഷ്യന് സമാധാനം തരുന്ന മേഖലയല്ല. മൂന്നാമതായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, വലിയ ഹസബിഹാ, തറവാടിത്തമുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിക്കണേ മോനെ. തറവാടിത്തം എന്ന് പറയുമ്പോ ഇന്നലകളിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന തറവാടിന്റെ പേര് പറയുമ്പോ മൊബൈലിൽ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്റർനെറ്റിൽ അത് പരിധി നോക്കേണ്ട ആവശ്യമില്ല. ഉപ്പയോട് വന്നിട്ട് പറയാണ്, ഇന്ന ആജിക്കാന്റെ വീട്ടിലുള്ള, ഉമർഖാന്റെ വീട്ടിലുള്ള പെണ്ണ്, അവൾ ഇന്ന സ്ഥലത്ത് പഠിക്കുന്ന പെണ്ണാണ്, ഇത്ര വയസ്സ് പ്രായമായ പെണ്ണാണ്, അവളെ നമുക്ക് അന്വേഷിച്ചുകൂടെ എന്ന് പറയുമ്പോ ഉപ്പങ്ങ് അവരുടെ ഡീറ്റെയിൽസുകൾ പറയാൻ തുടങ്ങി. മോനെ, ആരാ ഉമർക്ക എന്നറിയുമോ? അയാളുടെ പിതാവ് ആരാണെന്നറിയുമോ? അവരുടെ പിതാവ് ആരാണെന്നറിയുമോ? എത്ര സഹോദരങ്ങൾ അവർക്കുണ്ട് എന്നറിയുമോ? എത്ര പെങ്ങന്മാർ അവർക്കുണ്ട് എന്നറിയുമോ? ഈ നീ നോക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പെണ്ണിന് എത്ര ആങ്ങളമാരുണ്ടെന്നറിയുമോ? ഉപ്പ ഒരു ഭാഗത്ത് ആണുങ്ങളുടെ കഥ പറയുമ്പോ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, അവരുടെ ഉമ്മ ഏത് തറവാട്ടിലുള്ള പെണ്ണാണെന്നറിയുമോ? ആരുടെ മോളാണെന്നറിയുമോ? അവർക്ക് എത്ര പെൺമക്കളുണ്ടെന്നറിയുമോ?
അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും എന്തൊക്കെയാണെന്നറിയുമോ? ആ വീട്ടിൽ ആ കുടുംബത്തിന്റെ ചർച്ചകൾ മുഴുവനും പറയുകയാണ്, ചർച്ച നടക്കുകയാണ്. ആ കുടുംബത്തിന്റെ എല്ലാം ആ വീട്ടിൽ വെച്ച് അറിയുന്നു. നാട്ടിലെ ആ കുടുംബത്തെയും തറവാട്ടിനെയും നാട്ടുകാർക്ക് വലിയ ഇഷ്ടമാണ്. എന്തേ കാരണം? ആ തറവാട്ടിലുള്ള അയാള്, ആ തറവാട്ടിലുള്ള പിതാവിന് നാട്ടുകാർക്ക് വലിയ വിശ്വാസമാണ്. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിശ്വാസമാണ്. ഏതെങ്കിലും കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ രമ്യമായി പരിഹരിക്കാൻ പറ്റുന്ന, മധ്യസ്ഥനായി നിൽക്കാൻ പറ്റുന്ന, വാക്കുകൾക്ക് സ്ഥിരതയുള്ള, സത്യസന്ധമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പവറുള്ള, വാക്കിന് പവറുള്ള ആളാണ്. നാട്ടുകാർക്ക് വലിയ ബഹുമാനമാണ്. ചെറുപ്പക്കാര് സ്വന്തം ഉപ്പയെ കണ്ടാൽ പോലും പേടിക്കാത്തവര്, നാട്ടിലുള്ള ചില തറവാടിത്തമുള്ള കാരണവന്മാരെ കണ്ടാൽ ഭയപ്പെടാറുണ്ടല്ലോ. പള്ളിയിലെത്തിയാൽ ചില പിള്ളേർക്ക്, ചില മക്കൾക്ക്, ചില ആളുകളെ പേടിയാണ്. കാരണം അയാൾ തറവാടിയാണ്, അയാൾ ഹറാമിനെ ഭയക്കുന്നോരാ, അല്ലാഹുവിനെ പേടിയുള്ളോരാ, 5 നേരം നിസ്കാരം നിലനിർത്തുന്നോരാ, ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നോരാ. കിട്ടുന്ന സമയങ്ങളെല്ലാം, വെറുതെ കിട്ടുന്ന സമയങ്ങളെല്ലാം ദിക്റുകൾ ചൊല്ലിക്കടിയുന്ന ഉപ്പയാണ്. ഇനി രാവിലെ തന്നെ സുബഹി കഴിഞ്ഞിട്ടൊരു കട്ടൻ ചായയും കുടിച്ച് പാടത്തേക്കും പറമ്പത്തേക്കും ആവശ്യമായ ഉപയോഗ സാധനങ്ങൾ, ഉപകരണങ്ങൾ എടുത്തിട്ടിറങ്ങിയാൽ ബാങ്ക് കേൾക്കാൻ ഇന്നത്തെ പോലെ മൈക്ക് സംവിധാനമില്ല, അലാറം അടിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ മൊബൈൽ സംവിധാനമില്ല, കയ്യും ഇങ്ങനെ നോക്കിയാൽ ടൈം അറിയാനുള്ള വാച്ചില്ല, ക്ലോക്കില്ല. അന്നവര് ളുഹ്ർ ഖളാക്കിയിട്ടില്ല, അസ്ർ ഖളാക്കിയിട്ടില്ല. എങ്ങനെയാണോ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലഘട്ടം ഉടുത്ത മുണ്ടുടുത്തിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പാള വിരിച്ചിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പാറ പുറത്ത് കയറിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പാടത്ത് നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിച്ചു വരുന്ന വെയിലിന്റെ ഓരോ ഭാഗങ്ങൾ ദിശ നോക്കിയിട്ട് ആ വെയിലിലൂടെ ഉണ്ടാകുന്ന വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന നേര് നോക്കിയിട്ട് നിസ്കാരം കൃത്യമായി നിർവഹിച്ച ഇന്നലകളിലുള്ള ഉപ്പ ഇന്നോ ഹറാമല്ലാതെ പള്ളയിലില്ല. കടിക്കുന്നത് ഹറാമാ, അധ്വാനിക്കുന്ന മേഖലകൾ ഹറാമായി മാറി. പ്രിയപ്പെട്ടവരെ, പള്ളിയോട് ആദരവില്ല, ജമാഅത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. പള്ളിയിലോട്ട് വന്നാൽ തന്നെ അവസാനം വരികയും ആദ്യം ഓടുകയും ചെയ്യുന്ന ആളാണ്. ഖുർആൻ കയ്യിൽ പിടിച്ചറിയില്ല, യാസീൻ ഓതാൻ അറിഞ്ഞുകൂടാ, വാക്കിയ സൂറത്ത് അറിഞ്ഞുകൂടാ, തബാറക അറിഞ്ഞുകൂടാ, സ്വലാത്തുകൾ ചൊല്ലാനുള്ള നേരമില്ല, ദിക്റുകളിലായിട്ട് മുഴുകാനുള്ള നേരമില്ല. പ്രായമായി ഖബറിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രായത്തിൽ പോലും മൊബൈല് കയ്യിൽ പിടിച്ചിട്ട് അതിലിങ്ങനെ തോണ്ടി നടക്കുന്ന പ്രായമാ. വൈകുന്നേരം സമയത്ത് ചായയും കുടിച്ച് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ പീടിക കോലായിലോ ഇരുന്നിട്ട് ആരാന്റെ പച്ചിറച്ച് തിന്നുന്ന രീതിയാ. രാത്രിയും പറയാതെ രാത്രി കിടന്നുറങ്ങാൻ ഈ ഉപ്പാപ്പാക്ക് കഴിയുന്നില്ല. ജീവിത രീതി പിതാവിൻ്റെത് ഇങ്ങനെയാണ്. ആ വീട്ടിലുള്ള മക്കളോ പാതിരാ നേരത്താണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ഇടിയന്മാരില്ലാത്ത ആട്ടിൻപറ്റങ്ങളെ പോലെ 2 മണിക്കും 3 മണിക്കും ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളുടെ മുന്നിൽ വെച്ചിട്ട് ബൈക്കിലും കാറിലും വന്നിരുന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കുടിച്ചിട്ട് പുരയിലേക്ക് കയറി വരുമ്പോ, കോളിംഗ് ബെല്ലടിക്കുമ്പോ, വാതിലിലേക്ക് മുട്ടുമ്പോ, ഉമ്മയെ ഫോണിലൂടെ വിളിക്കുമ്പോ, ഉപ്പയറിയാതെ മക്കൾക്ക് വേണ്ടിയിട്ട് പാതിരാ നേരത്ത് ഏതെങ്കിലും ഭാഗത്തുള്ള വാതിൽ തുറന്നു കൊടുത്തിട്ട് കള്ളന്മാരെ പോലെ പാതിരാത്രി മക്കളെ വീട്ടിൽ കയറ്റിയിട്ട് അവർക്ക് വേണ്ടുന്ന തമ്മാടിത്തരത്തിന്റെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരെയല്ലേ ഇന്ന് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കാലഘട്ടമുണ്ടായിരുന്നു, അന്നവർക്ക് മുസല്ലയാണ് പരിചയമുണ്ടായത്, അന്നവർക്ക് തസ്ബീഹ് മാലയാണ് പരിചയമുണ്ടായത്, അന്നവർക്ക് വാക്കിയെയാണ് പരിചയം
പരിചയമുണ്ടായത്. അന്നുള്ള ഉമ്മമാർക്ക് കഞ്ചുൽ അർശനയാണ് പരിചയമുണ്ടായത്. അന്നുള്ള ഉമ്മമാർക്ക് നൂറുൽ ഈമാനാണ് പരിചയമുണ്ടായത്. അന്നുള്ള ഉമ്മമാർക്ക് ആലമു സ്വലാത്താണ് പരിചയമുണ്ടായത്. ഇന്നോ അറിയാത്ത സീരിയലിന്റെ പേരുകളില്ല. സമയം കിട്ടുമ്പോഴെല്ലാം ടി വി പോകട്ടെ. ഇപ്പൊ ട്രെൻഡ് മാറിയില്ലേ? മൊബൈലിലാണ് സീരിയൽ കാണുന്നത്. അതും മലയാള സീരിയലിനെക്കാളും ഹിന്ദി സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ആക്രാന്തം കാണുന്ന പെണ്ണുങ്ങളല്ലേ നമ്മുടെ വീടുകളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ദിക്റുകൾ അറിഞ്ഞുകൂടാ, സ്വലാത്തുകളോട് താല്പര്യമില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം, അതും എന്തെങ്കിലും രോഗം വരുമ്പോ മാത്രം അല്ലാഹുവിനെ വിളിക്കുന്നവരാ. ക്യാൻസർ വരുമ്പോ മാത്രം മജ്‌ലിസുൻ നൂറിന് വരുന്നവരാ. സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാകുമ്പോ മാത്രം മജ്‌ലിസുൻ നൂറിൽ വന്ന് കരയുന്നവരാ. ശാരീരിക തകർച്ചകൾ ഉണ്ടാകുമ്പോ മാത്രം അല്ലാഹുവിന്റെ മുന്നിലേക്ക് കരമുയർത്തിയിട്ട് പൊട്ടിക്കരയുന്നവരാ. ആരോഗ്യമുണ്ടാകുമ്പോ അല്ലാഹുവിനെ വേണ്ട, സമ്പത്തുണ്ടാകുമ്പോ അല്ലാഹുവിനെ വേണ്ട, മക്കൾ വളർന്ന് വലുതാകുമ്പോ അല്ലാഹുവിനെ വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നാം എല്ലാം അല്ലാഹുവിനെ വഞ്ചകരാക്കുമ്പോ ദീനീ ബോധമുള്ള തറവാടെന്ന് പറയാനില്ല. അത്തരം വീടുകളിലുള്ള പൊമ്മക്കളല്ലേ അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്, ഓട്ടോ ഡ്രൈവറെ കൂടെ ഒളിച്ചോടി പോകുന്നത്, ഗ്യാസ് ഏജന്റിന്റെ കൂടെ ഒളിച്ചോടി പോകുന്നത്. അതേപോലെ തന്നെ വീടുകളിൽ മറ്റു ആവശ്യത്തിനുമായിട്ട് വന്നിരിക്കുന്ന ചെറുപ്പക്കാരനുമായിട്ട് ഹൃദയം കൈമാറിയിട്ട് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെ കാരണമെന്താ? പിതാവ് അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ഭക്ഷണം ഹറാമാ. ഉമ്മാന്റെ സംരക്ഷണവും ഹറാമിയത്തിന്റെ മേഖലയിലാ. സ്കൂളിലേക്ക് പോകുമ്പോ മേക്കപ്പ് ചെയ്തു പോകുന്ന പെണ്ണാണ്. മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ട് അവൾ നടക്കുന്നത് പോലെ അല്ല, അവളെക്കാളും കുറച്ചും കൂടി സ്റ്റൈലാക്കിയിട്ട് വേണം എന്റെ മോള് നടക്കാൻ, ഫെമിനിസ്റ്റിയായിട്ട് നടക്കാൻ, മോഡലിസ്റ്റായിട്ട് നടക്കാൻ. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏതൊക്കെ വഴികളുണ്ടോ അതെല്ലാം ചെറിയ പ്രായത്തിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നുകർന്നു കൊടുക്കുകയും ആ വഴികളും മാത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ്. സുബഹി നിസ്കരിച്ചിട്ട് ആ പൊന്നുമോൾക്ക് അറിഞ്ഞുകൂടാ. മെൻസസ് ആയിട്ട് അസറിന്റെ നേരത്തെ കുളിച്ച പെണ്ണിന് ഏതൊക്കെ നിസ്കരിക്കണമെന്ന് പൊന്നുമോൾക്ക് അറിഞ്ഞുകൂടാ. മെൻസസ് ആയ പെണ്ണ് ഇശാഇന്റെ നേരത്തെ കുളിക്കുമ്പോ ഏതൊക്കെ നിസ്കരിക്കണമെന്ന് ആ പൊന്നുമോൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ മരിക്കുന്നത് വരെ പാലിക്കേണ്ടുന്ന ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും തന്നെ നമ്മുടെ പൊന്നുമോൾക്കറിയാതെ വരുമ്പോ അവൾ പഠിച്ചത് എന്താണ്? കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദീൻ അറിഞ്ഞുകൂടാ, ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാ, യാസീൻ ഓതുന്ന ശീലമില്ല, ഹദ്ദാദ് ചൊല്ലുന്ന ശീലങ്ങൾ വീട്ടിലില്ല. കള്ളന്മാര് കയറാൻ തുടങ്ങി, ക്യാൻസർ രോഗം ഇന്ന് നമ്മെ പിടിക്കാൻ തുടങ്ങി. മാരകമായ മറ്റു പല പണിഷ്മെന്റുകളെ കൊണ്ടും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നിറയാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ ഓർക്കുന്ന കുടുംബങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മയാകുമ്പോ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹറാമിന്റെ പണങ്ങളും വ്യഭിചാരവും പലിശയും വർദ്ധിച്ചു വരുമ്പോ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയാത്ത വിധത്തിലുള്ള പണിഷ്മെന്റുകളല്ല തരുന്നത്. അത് ക്യാൻസറായി വരാം, അത് ട്യൂമറായി വരാം, അത് ഭരണാധിപന്മാരെ കൊണ്ട് പരീക്ഷണമായി വരാം, അത് മന്ത്രിമാരെ കൊണ്ടുള്ള പരീക്ഷണമായി വരാം. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് നിന്ന് തന്നെ നമ്മൾ നീങ്ങിപ്പോകേണ്ടവരാണോ? നമ്മൾ ഇവിടെ നിന്ന് ഹിജ്റ പോകേണ്ടവരാണോ? എങ്ങോട്ടെന്നില്ലാതെ എവിടെയെന്നില്ലാതെ പലായനം ചെയ്യേണ്ടവരാണോ എന്ന് ശങ്കിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തില് എന്തുകൊണ്ട് ഈ രാജ്യത്തുള്ള മുസൽമാനെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയില് മുസൽമാന്റെ സംസ്കാരത്തെയും മുസൽമാന്റെ പ്രവർത്തനങ്ങളെയും മുസൽമാന്റെ താടിയെയും മുസൽമാന്റെ ഖുർആനിനെയും മുസൽമാനെ പാരായണം ചെയ്തു കൊടുക്കുന്ന ഹദീസുകളെയും ശരീഅത്തിന്റെ നിയമങ്ങളെ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഭരണകർത്താക്കൾ നമ്മുടെ നേരെ കുതിര കയറാൻ വരുന്നതിന്റെ കാരണം എന്താണ്? അല്ലാഹുവായിട്ടുള്ള കണക്ഷന് മുറിയുമ്പോ, റബ്ബുവായിട്ടുള്ള ബന്ധങ്ങൾ മുറിയുമ്പോ, അല്ലാഹുവായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോ റബ്ബിന്റെ പരീക്ഷണങ്ങൾ പല നിലക്കും വരുന്നതാണ്. തടയാൻ കഴിയില്ല.
بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നല്ലൊരു തറവാടെന്ന് പറയാനില്ല. ഇനി വരുന്ന തലമുറകളിൽ ഒരു പക്ഷേ ഏത് രാമന്റെ മക്കളായിട്ടാകാം, ഏതെങ്കിലും ഗോപാലന്റെ മക്കളായിട്ടാകാം മക്കളൊക്കെ വളർന്നു വരുന്നത്. ഒളിച്ചോട്ടം വർദ്ധിച്ച കാലമാണല്ലോ, ഒളിച്ചോട്ടം വർദ്ധിച്ച കാലമാണല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല തറവാടെന്ന് പറയാൻ ഇന്ന് മഹല്ലുകളിൽ കുറവാണ്. അനുജന് നേരെ കടാര എടുത്തിട്ടുള്ള അനുഭവമാണ് ഇന്ന് പറയാനുള്ളത്. ഉപ്പാക്ക് നേരെ കയ്യോങ്ങുന്ന മക്കളാണ് ഇന്ന് കുടുംബത്തിൽ പറയാനുള്ളത്. ഉമ്മയെ തള്ളിപ്പറഞ്ഞ വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കിയിട്ടുള്ള, ഉമ്മയും ഉപ്പയും വേണ്ട എന്ന് വെച്ചിട്ട് കെട്ടിയ പെണ്ണിന്റെ തലയിണ മന്ത്രം കേട്ടിട്ട് കോട്ടയസ് ജീവിതം തെരഞ്ഞെടുത്തിട്ടുള്ള നശിച്ച ജന്മങ്ങളെയാണ് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല തറവാടെന്ന് പറയാനില്ല. ഈമാന് ശോഷിച്ചു പോവുകയാണ്. നാലാമത്തെ നിബന്ധന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞില്ലേ, ഒലി ദീനിഹാ, ദീനുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കണേ. ദീനുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ സക്സസ് ആക്കിക്കോ, നിന്റെ ജീവിതത്തെ നീ അടവുള്ളതാക്കിക്കോ, നിന്റെ ജീവിതത്തിന്റെ വിജയം നീ കൈവരിച്ചോ. സ്വാദിഖുൽ മസ്ദൂഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിബന്ധനയാ പറഞ്ഞത്. 4ൽ 3 ഞാൻ പറയട്ടെ. ഒന്ന് പറഞ്ഞു ലിമാലിഹ, സമ്പാദ്യമുള്ള പെണ്ണിനെ നോക്കിയിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വിജയം കൈവരിച്ചോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. സമ്പാദ്യം ജീവിതത്തിന്റെ സമാധാനം ഉണ്ടാക്കുന്നതല്ല, തകർക്കുന്നതാണ്. സമ്പാദ്യം സമാധാനം തകർക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? നിങ്ങൾ പറ. പണം എന്നുള്ളത് സമാധാനം തരുന്നതാണോ തകർക്കുന്നതാണോ? തകർക്കുന്നതാ. കാരണം അതിനെ നമ്മൾ സംരക്ഷിക്കണം, അല്ലേ? നമ്മളതിനെ നോക്കിക്കൊണ്ടേയിരിക്കണം, നമ്മളതിനെ എണ്ണിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഇപ്പം അക്കൗണ്ടിൽ നമ്മളെ കയ്യിൽ പൈസ ഉണ്ട്. അക്കൗണ്ടിൽ ഉണ്ടായാൽ തന്നെ എപ്പോഴാണ് അതൊക്കെ വലിഞ്ഞു പോവാ, ഏതൊരുത്തന്റെ അക്കൗണ്ടിലേക്കാണ് അതൊക്കെ പോവാന്ന് പറയാൻ പറ്റൂല. ആളുകൾക്ക് വരുന്ന അറിയാത്ത റോങ് നമ്പർ പോലും ഇപ്പൊ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ഇവിടെ ഇതിന്റെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഒരു സ്ഥലത്തുനിന്ന് ഫോൺ വിളിച്ചിട്ട് ഈ പാവം വയസ്സനായ ഇയാളെ സ്ഥലം വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ടായിട്ട് ബാങ്കിൽ ഇട്ടതാ. ആരോ അജ്ഞാത കോള് വന്നു, കുടുംബത്തിലാരോ പറ്റിച്ചതാ. കോള് വന്നിട്ട് ഇയാളോട് ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ചോദിച്ചു. ആ പൈസ മുഴുവൻ അങ്ങനെ തന്നെ അവര് വലിച്ചു കൊണ്ടുപോയി. അള്ളാഹു നമ്മെ കാക്കട്ടെ. ഈ കാര്യത്തിൽ ആമീൻ പറയും. പൈസ അല്ലേ പോന്ന്, ഇല്ലേ? ഇങ്ങോട്ട് തരൂലെന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം എല്ലാവരും അൽഹംദുലില്ലാ എന്നാലും ഞാനൊക്കെ നല്ല പൈസ കൊടുത്തിട്ടില്ലേ ഇല്ലേ? കിട്ടിയില്ലേ? ഇവര് തരും ഇൻഷാ അല്ലാഹ്. ഈ ഇരുത്തം കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാ എനിക്ക് തോന്നുന്നുണ്ട് പൈസ നല്ല തരുന്ന ടീമാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കൊടുക്കുന്ന കൈക്കേ കിട്ടുള്ളൂ, ഉറപ്പാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലഭിക്കുന്ന വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു തരട്ടെ. നല്ലോണം കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ ഹാളിൽ ഫിറ്റ് ചെയ്തതൊരു സുഹൃത്ത് ഇപ്പൊ ചോദിച്ചു, എത്രയുടെ അതിന് വില? അതിന് 700 റുപ്യാന്ന് തോന്നുന്നുണ്ട്. മോൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നീ കളവല്ലേ പറഞ്ഞു? മോനെ, കളവ് പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. 7000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വീട്ടിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ ചില ഉപ്പാരുണ്ട്. 2500 രൂപയാണ് കറണ്ട് ബില്ല് സാധാരണ വരാറുള്ളത്. 1550 വന്നു കഴിഞ്ഞാൽ 50 വന്നു കഴിഞ്ഞാൽ ആ 50-ന് 2 മണിക്കൂർ വയലറിയും വീട്ടിൽ ചില ഉപ്പാര്. അന്ന് പിന്നെ ദേഷ്യം പിടിക്കടാ. ഫാനിട്ട് കണ്ടാൽ തന്നെ ദേഷ്യം പിടിക്കുന്ന ഉപ്പാരുണ്ട്. പള്ളിയിൽ മാത്രമല്ല ഫാൻ ഓഫാക്കുന്നത്, വീട്ടിലും ഓഫാക്കുന്ന ചില ഉപ്പാരുണ്ട്. കറണ്ട് ബില്ല് ഭയപ്പെടുന്നവർ. ചിലതിനൊക്കെ നമ്മൾ ആവശ്യ
ചില പിഷ്കൊക്കെ നല്ലതാ. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ചില ആളുകൾ കുറെ ഉണ്ടാക്കി കളയുന്ന പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾക്കൊക്കെ നല്ലൊരു മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം വീട്ടിൽ. ഇൻഷാ അല്ലാഹ് 2 ആളുണ്ടെങ്കിൽ ഒരാളെ ഭക്ഷണം ഉണ്ടാക്കുക, 10 ആളുണ്ടെങ്കിൽ ഒരു 6-5 പേരെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. എന്നാൽ കളയണ്ടല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആരോഗ്യം നിലനിർത്താൻ മാർഗതാണ് സുബഹിക്ക് എണീക്കുക, ഭക്ഷണത്തെ ബഹുമാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ സമ്പാദ്യം അത് നമ്മൾക്കൊരിക്കലും സമാധാനം തരുന്ന വഴിയല്ല. പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ ഉമ്മത്ത് വെറുക്കുന്ന 2 കാര്യമുണ്ട് സ്വഹാബാ. ഇബ്നു ആദമിന്റെ സന്തതികൾ 2 കാര്യത്തെ വെറുക്കും, 2 കാര്യത്തെ വെറുക്കും. ഏതാണത്? തുല്ലത്തുൽ മാൽ, പൈസ കുറയുന്നതിനെ മനുഷ്യൻ വെറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ കുറയുന്നതിനെ മനുഷ്യൻ വെറുക്കും. എന്നാൽ വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പാദ്യം കുറഞ്ഞാൽ ഹിസാബ് കുറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.